നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പാലാ ഉഴവൂരിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾ മരിച്ചു. മരിച്ചത് ഉഴവൂർ സ്വദേശി രാജനും ഭാര്യ സീതയും. 22 വർഷം പഴക്കമുള്ള മദ്യം കോട്ടയം റെയിൽവേ പോലീസ് നശിപ്പിച്ചു. ഒഴിച്ചുകളഞ്ഞത് 585 കുപ്പി മദ്യം. മദ്യം നശിപ്പിച്ചത് നിയമപോരാട്ടത്തിനൊടുവിൽ കോടതി വിധിയെ തുടർന്ന്. പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക്. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. വാർത്തകൾ വിശദമായി. പാലാ ഉഴവൂർ റൂട്ടിൽ പേണ്ടാനം വയലിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ വലവൂർ സ്വദേശി രാജൻ, ഭാര്യ സീത എന്നിവർ മരിച്ചു. പാലാ ഉഴവൂർ റൂട്ടിൽ ഇടനാട് പെണ്ടാനം വയലിൽ KSRTC ബസും ബൈക്കും തമ്മിലിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾ മരിച്ചു. വലവൂർ സ്വദേശി പാറയിൽ രാജൻ, ഭാര്യ സീത എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:15 അപകടം. ഉഴവൂർ ഭാഗത്തു നിന്നും പാലയിലേക്ക് വരികയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചറും ബൈക്കും തമ്മിലിടിച്ചത്. പേണ്ടാനം വയലിൽ ടൗണിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ ദമ്പതികൾ ഹോട്ടലിൽ തിരക്കായതിനാൽ ഭക്ഷണം കഴിക്കാതെ തിരികെ ഇറങ്ങി വലവൂർ ഭാഗത്തേക്ക് പോകുന്നതിനായി ബൈക്ക് തിരിക്കുന്നതിനിടയിലാണ് ബസ് ഇടിച്ചത്. വാഹനമിടിച്ച സ്ഥലത്തു നിന്നും 15 മീറ്ററോളം മുമ്പോട്ട് നീങ്ങിയാണ് ബസ് നിന്നത്. ബൈക്ക് ബസിന്റെ മുൻഭാഗത്തെ ടയറിനടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ 22 വർഷം പഴക്കമുള്ള മദ്യം നശിപ്പിച്ചു. 585 കുപ്പി മദ്യമാണ് നശിപ്പിച്ചു കളഞ്ഞത്. റെയിൽവേ SHO റജി P. ജോസഫ് നേതൃത്വം നൽകി. 22 വർഷം പഴക്കമുള്ള മദ്യം നശിപ്പിച്ച് കോട്ടയം റെയിൽവേ പോലീസ്. 585 കുപ്പി മദ്യമാണ് നശിപ്പിച്ചു കളഞ്ഞത്. 750 മില്ലി വീതമുള്ള കുപ്പികളാണ് നശിപ്പിച്ചത്. 2002 പിറവം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചതാണ് 585 കുപ്പി മദ്യവും. പിന്നീട് ഇത് കോട്ടയം റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഗോവയിൽ നിന്നും എത്തിച്ചതായിരുന്നു ഇവ. ജനത, റെഡ് സ്റ്റാർ, വിജയ്സ് എന്നീ വ്യാജ പേരുകളിലായിരുന്നു കുപ്പികൾ. വർഷങ്ങളായി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ പൊട്ടിയൊലിച്ചതോടെ വർഷങ്ങളായി റെയിൽവേ പോലീസ് നിയമപോരാട്ടം നടത്തുകയായിരുന്നു. തുടർന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മദ്യം നശിപ്പിക്കുകയായിരുന്നു. റെയിൽവേ SHO റജി P. ജോസഫ്, RPF SI സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മദ്യം നശിപ്പിച്ചത്. വലിയ ജാറിലേക്ക് ഒഴിച്ചെടുത്ത മദ്യം പറമ്പിൽ കുഴികുത്തി ഒഴിച്ചു കളയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് സമ്മാനിച്ചു. ജസ്റ്റിസ് കമാൽ പാഷ അവാർഡ് സമ്മാനിച്ചു. മതത്തെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. കേരള ദളിത് ലീഡേഴ്സ് ഫോറത്തിന്റെ സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് ജസ്റ്റിസ് കമൽ പാഷ സമ്മാനിച്ചു. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവരാണ് ഇപ്പോൾ നമ്മെ ഭരിക്കുന്നതെന്ന് ജസ്റ്റിസ് കമൽ പാഷ പറഞ്ഞു. രാഷ്ട്രീയം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും മതത്തെ കൂട്ടുപിടിച്ചുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മതം രാഷ്ട്രത്തിന് മുകളിലാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം, അത് അങ്ങനെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം ഒന്നുകൂടെ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് എന്തുമാത്രം പ്രസക്തമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുള്ളൂ. ഇപ്പോ മതമാണോ രാഷ്ട്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതരാഷ്ട്രമാണ് എന്നുള്ളത് വിളിച്ചു പറയുന്ന ഒരു ഭരണകൂടമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി, അത് പ്രധാനമന്ത്രിയാണോ പ്രധാനതന്ത്രിയാണോ എന്ന ആളുകൾക്ക് സംശയം വരുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ടിരിക്കുകയാണ്. അപ്പൊ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഭരണഘടന അനുസരിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കേണ്ട ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് MP. അത് കൊടുക്കാതിരിക്കാൻ ആ സ്ഥാനം ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന് കമൽ പാഷ പറഞ്ഞു. ലോക്സഭാംഗം എന്ന നിലയിൽ 7 തവണകളിലായി കഴിഞ്ഞ 28 വർഷം കാലത്തെ സേവനവും കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള സേവനങ്ങളെയും സംസ്ഥാനത്തിനകത്തും പുറത്തും സംവരണ സമുദായങ്ങളുടെ വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ പ്രവർത്തനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP അവാർഡിന് തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദളിത് ജനാധിപത്യ ചിന്തകരും എഴുത്തുകാരും അക്കാദമിസ്റ്റുകളായ 5-അംഗ അവാർഡ് നിർണയ സമിതിയാണ് കൊടിക്കുന്നിലിന്റെ പേര് നിർദ്ദേശിച്ചത്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ TG ഗോപി അധ്യക്ഷത വഹിച്ചു. പ്രവീൺ ജെയിംസ്, AK സജീവ്, PG ദിലീപ് കുമാർ, S അറുമുഖം, ABR നീലംപേർക്കർ, MD സനേഷ്, MA വേലു, രവികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. BJP ലോക്സഭാ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം കോട്ടയത്ത് നടന്നു. സംസ്ഥാനത്ത് 10 സീറ്റിലെങ്കിലും BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. സംസ്ഥാനത്ത് 10 സീറ്റിലെങ്കിലും BJP വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്
കോട്ടയത്ത് BJP ലോക്സഭ ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിനെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലും ഗോവയിലും സമാനമായ സാമൂഹിക അന്തരീക്ഷമാണുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ വളരെ താൽപര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞതോടെ സാഹചര്യം കൂടുതൽ അനുകൂലമായെന്നും മോദി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞതായും പ്രമോദ് സാവന്ത് പറഞ്ഞു. This time we are winning more than 10 seats in the Kerala, as the Government of India and Honorable Prime Minister Narendra Modi ji has did various works in the Kerala states also, of the infrastructure and of the human resource also. Whatever the schemes, the 13th flagship program of the Honorable Prime Minister, Pradhan Mantri Awas Yojana, Pradhan Mantri Ujjwala Yojana, Pradhan Mantri Insurance Yojana, and various schemes which is also penetrated into the southern part in the Kerala state. So the people will support for the Honorable Prime Minister Narendra Modi ji. കേരളത്തിൽ 10 സീറ്റെങ്കിലും വിജയിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ജില്ലാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് G. ലിജിൻലാൽ അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF കോട്ടയം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് KM മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. വന്യമൃഗങ്ങൾ കർഷകരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായി മാറിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാലായിൽ മുൻ മന്ത്രി KM മാണിയുടെ ഖബറിലെത്തി. കേരളത്തിലും കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നും വന്യമൃഗങ്ങൾ കർഷകരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായി മാറിയെന്നും ഫ്രാൻസിസ് ജോർജ് സൂചിപ്പിച്ചു. ഫലപ്രദമായ നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർഷകർക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതിജ്ഞ കർഷക നേതാവായിരുന്ന KM മാണിയുടെ കബറടിത്തങ്കൽ നിന്നെടുക്കുന്നത് ഉചിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നത്തെ കർഷകരും കാർഷിക മേഖലയും നേരിടുന്ന ഈ സവിശേഷമായ പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ പോലെ തന്നെ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും സംരക്ഷണം കൊടുക്കുന്നു. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും. അത് ഞങ്ങൾ തീരുമാനിച്ചത് മാണിസാറിനെ എടുത്തു വരുമ്പോൾ മാണിസാറിൻ്റെ കബറിടത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കും. അപ്പോൾ എക്കാലത്ത് ഞങ്ങളുടെ മനസ്സിൽ ആ പ്രതിജ്ഞ നിറഞ്ഞു നിൽക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ആ ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം. അഡ്വക്കേറ്റ് മോൻസ് ജോസ് MLA, ജോയ് എബ്രഹാം, UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, പാർട്ടി പ്രവർത്തകർ എന്നിവരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA കർഷക സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാടിന്റെ നട്ടെല്ലായ കർഷകർക്ക് വേണ്ടി കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി രാജ്യം നേരിടുന്ന വെല്ലുവിളി അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ UDFന്റെ പ്രവർത്തകർ എന്ന നിലയിൽ പോരാടുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവും KM മാണിയുടെ മകളുടെ ഭർത്താവുമായ MP ജോസഫ് ഫ്രാൻസിസ് ജോർജിനെ ഷാളണിയിച്ച് സ്വീകരിച്ചു. KM ചാണ്ടിയുടെ കബറിടത്തെങ്കിലും ഫ്രാൻസിസ് ജോർജ് പ്രാർത്ഥന നടത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ് നാടെങ്ങും. ചെറിയ നീരുറവകൾ എല്ലാം വറ്റിയതോടെ പക്ഷിമൃഗാദികളും ദാഹിച്ചു വലഞ്ഞ ദുരിതത്തിലാണ്. എന്നാൽ കോട്ടയം കളക്ടറേറ്റ് വളപ്പിലെ പക്ഷികൾക്കും ചെറുജീവികൾക്കും ഇഷ്ടം പോലെ കുടിവെള്ളമാണ് ലഭിക്കുന്നത്. കൊടും ചൂടിൽ നാടും നഗരവും വെന്തുരുകുകയാണിപ്പോൾ. ഓരോ ദിവസം ചെല്ലുന്തോറും വെയിലിന്റെ കാഠിന്യമേറി വരുന്നു. കുടിവെള്ളത്തിനായി നെട്ടേട്ടമോടേണ്ട അവസ്ഥയാണുള്ളത്. പക്ഷിമൃഗാദികളും കുടിവെള്ളത്തിനായി അലയുന്ന കാഴ്ചയും ഇപ്പോൾ കാണാൻ കഴിയും. എന്നാൽ കോട്ടയം കളക്ടറേറ്റ് വളപ്പിലെ പക്ഷികൾക്കും ചെറു ജീവജാലങ്ങൾക്കും ഇഷ്ടം പോലെ കുടിവെള്ളം ലഭിക്കും. കളക്ടറേറ്റ് വളപ്പിലെ ശലഭോദ്യാനത്തിലെ ചെടികളിലും മരങ്ങളിലുമായി പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ധാരാളം പക്ഷികളും ചെറുതുമ്പികളും ഉൾപ്പെടെ ഈ പാത്രങ്ങളിലെ വെള്ളം കുടിക്കാനെത്തും. കളക്ടറേറ്റിലെ ജോലിക്കാരാണ് പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത്. കിളികളും മറ്റ് തുമ്പികളൊക്കെ വന്ന് അതിനകത്ത് വെള്ളം കുടിക്കാറുണ്ട്. ഒരു ശലഭോദ്യാനവും ഒരു എന്താ പറയുന്നത്, ഒരു നമ്മുടെ പ്രകൃതി സ്നേഹം മനുഷ്യർ പല രീതിയിൽ കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സ്ഥലം. എത്ര കാലമായിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചു വെക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഇവിടെ കുറേ വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഒഴിക്കാറുണ്ട്. ഈ ചൂട് സമയത്താണ് ഇത് വെള്ളം കുടിക്കാൻ എങ്ങും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പൈപ്പിൽ നിന്ന് ഒഴിച്ചതിനകത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. സഹജീവികളോടുള്ള കരുണയുടെ മുഖമാണ് ഈ പാത്രങ്ങളിൽ നിറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ ലോറിയിടിച്ച സൈക്കിൾ യാത്രക്കാരന് ദാരുണാന്ത്യം. കാവുകണ്ടം കളപ്പുരയ്ക്കൽ സജീവ് കുമാറാണ് മരിച്ചത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ സജീവ് ജോലി ആവശ്യത്തിനായി പോകുമ്പോൾ പച്ചക്കറി കയറ്റി വന്ന ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ പാലാ തൊടുപുഴ ജംഗ്ഷനിലാണ് സംഭവം.
ONV അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ പാരായണ മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫിൽക്കോസിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടത്തിയത്. ONV അനുസ്മരണത്തോടനുബന്ധിച്ച് കോട്ടയത്ത് സംഘടിപ്പിച്ച കവിതാ പാരായണ മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥിനികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി സ്വാതി അനിൽ, സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിനി അലോണ മനോജ് എന്നിവർക്കാണ് ഫിൽക്കോസിന്റെ പ്രവർത്തകർ സ്കൂളിലെത്തി ക്യാഷ് പ്രൈസും മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകിയത്. അതാത് സ്കൂളുകളിലെ ടീച്ചേഴ്സും വിദ്യാർത്ഥിയും സർട്ടിഫിക്കറ്റും മൊമന്റോയും കാഷ് അവാർഡും ഏറ്റുവാങ്ങി. ഫിൽക്കോസിന്റെ ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ, ട്രഷറർ PT സജിലാൽ, KG അജിത് കുമാർ, ഫിലിപ്പ് ചാക്കോ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ ഭാഗ്യം UDF-നൊപ്പം. നറുക്കെടുപ്പിലൂടെ UDF-ലെ ലിസിക്കുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയിലെ മുൻധാരണയനുസരിച്ച് കേരള കോൺഗ്രസ് അംഗം ജോസ് ചീരാംകുഴിയായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്നത്. 4-അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അഡ്വക്കേറ്റ് ബിനു പുളിക്കക്കണ്ടം, ഷീബ ജിയോ, ജോസ് ചീരാംകുഴി, ലിസിക്കുട്ടി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് 2 ഇടതുപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നതോടെ UDF-നും LDF-നും ഓരോ അംഗങ്ങൾ വീതമാവുകയും നറുക്കെടുപ്പിലൂടെ വിജയിയെ കണ്ടെത്തുകയുമായിരുന്നു. നറുക്കെടുപ്പിൽ UDF-ലെ ലിസിക്കുട്ടിയെ ഭാഗ്യം തുണയ്ക്കുകയായിരുന്നു. 12-ാം മൈൽ വാർഡ് കൌൺസിലറാണ് ലിസിക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. അതേസമയം നഗരസഭയിലെ ഇയർപോഡ് വിഷയത്തിലെ വാദിയാണ് ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി നഷ്ടപ്പെട്ട ജോസ് ചീരാംകുഴി. ജോസ് ചീരാംകുഴിയും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ബിനു പുളിക്കക്കണ്ടവുമായിരുന്നു ഇയർപോഡ് വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഇയർപോഡ് സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞിരുന്നുവെന്ന് ജോസ് ചീരാംകുഴി പറഞ്ഞു. പരാജയപ്പെട്ടതിൽ തനിക്ക് പരാതിയില്ല. CPM പാർട്ടി ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ തനിക്ക് തന്നിരുന്നു. ഇടതുപക്ഷ അംഗങ്ങൾ വിട്ടുനിന്നത് സംബന്ധിച്ച് LDF-ൽ പരാതി ഉന്നയിക്കണമോ എന്നുള്ളത് കേരള കോൺഗ്രസ് M നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ പരാതിയായിട്ട് ബോധിപ്പിക്കത്തില്ല. കാരണം ബിനുവിലെ 2 പേരെന്ന് പറയുന്നതല്ല, CPM പാർട്ടിയും കേരള കോൺഗ്രസും സഖ്യമായിട്ട് പോകുമ്പോൾ ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്നു, ഷീബ ജിയോ എന്ന് പറയുന്ന 2 പേരെ മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ പാർട്ടിയുടെ നേതൃത്വം, ജില്ലാ നേതൃത്വം, പ്രാദേശിക നേതൃത്വം ഇത്രയും ആത്മാർത്ഥമായിട്ട് വിപ്പുമായിട്ട് ഇവരുടെ പുറകെ നടന്നിട്ട് ഇവർ മേടിക്കാത്ത ഈ 2 പേരുടെ കുഴപ്പമല്ലേ, അല്ലാതെ CPM പാർട്ടിയുടെ കുഴപ്പമല്ല. അപ്പോൾ CPM പാർട്ടിയോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ മറ്റവർ ചെയ്ത തെറ്റിന് ഒരു കുടുംബത്തിലാണെങ്കിലും 4 പേരുണ്ട്, 4 പേർക്ക് 4 സ്വഭാവം. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. ബിനു പുളിക്കക്കണ്ടത്തിനും ഷീബ ജിയോയ്ക്കും വിപ്പ് നൽകാൻ CPM പാർട്ടി ശ്രമിച്ചിരുന്നുവെന്നും ജോസ് വ്യക്തമാക്കി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചയാകുന്നത് പ്രവർത്തകർക്കിടയിൽ ആശങ്കകൾക്ക് ഇടയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. ചെറുവള്ളി ചിത്രാലയത്തിൽ KR കമലമ്മ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അറിയിപ്പ്: സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിലേക്ക് പ്രോജക്ട് കോഓർഡിനേഷനിൽ ഇന്റേൺഷിപ്പ് വ്യവസ്ഥയിൽ നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: MBA, MSW, LLB-യിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ ബിരുദാനന്തര ബിരുദം. പ്രതിമാസ സ്റ്റൈഫൻ 10,000 രൂപ. അവസാന തീയതി മാർച്ച് 5. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.kswdc.org. MG സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ നടത്തുന്ന കൗൺസിലിംഗ്, മാനേജ്മെന്റ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ്, യോഗിക് സയൻസ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ യോഗ്യത +2. കോഴ്സ് ഫീസ് 5200 രൂപ. പ്രവേശനം യഥാക്രമം മാർച്ച് 12, 13, 14 തീയതികളിൽ നടക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481273399. കോട്ടയം ചിത്രദർശന ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് 3 മാസത്തെ ഫിലിം ആക്ടിംഗ് കോഴ്സ് ആരംഭിക്കുന്നു. മാർച്ച് മാസം ആദ്യവാരം ക്ലാസുകൾ ആരംഭിക്കും. സിനിമാ മേഖലയിലുള്ള പ്രശസ്തർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ഫിലിം ആർട്ടിസ്റ്റ് ഡേറ്റാ ബാങ്കിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9188520400. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലാ ഉഴവൂരിൽ ബൈക്കും ബസും കൂട്ടിയിടിച്ച് അപകടം. ദമ്പതികൾ മരിച്ചു. മരിച്ചത് ഉഴവൂർ സ്വദേശി രാജനും ഭാര്യ സീതയും. 22 വർഷം പഴക്കമുള്ള മദ്യം കോട്ടയം റെയിൽവേ പോലീസ് നശിപ്പിച്ചു. ഒഴിച്ചു കളഞ്ഞത് 585 കുപ്പി മദ്യം. മദ്യം നശിപ്പിച്ചത് നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധിയെ തുടർന്ന്.
പ്രഥമ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക്. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.